അത് പറയാമല്ലോ അങ്ങനെ പറയുന്ന ഇങ്ങനെ കഴിഞ്ഞ പറഞ്ഞ ആ കൂട്ടമല്ല മറ്റും ഈ പറയുന്ന ആസൂത്രണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാവി ഇതുവരെ പറഞ്ഞു വന്നതൊക്കെയും ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇതിന്റെ തന്നെ മറ്റൊരു ഭാഗം പറഞ്ഞു തുടങ്ങിയ ചരിത്രം പഠിക്കുന്നതും വായിക്കുന്നതും എഴുതുന്നതും ഒന്നും അധികമാർക്കും ഇഷ്ടമല്ല. എങ്കിലും ഈ നഗരാസൂത്രണത്തിന് മാനവ സംസ്കാരത്തോളം തന്നെ പഴക്കമുണ്ട്. അതായത് ആദിമ മനുഷ്യൻ വന്ന വഴിയിൽ പ്രകൃതി ശക്തികളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി സമൂഹമായി ജീവിച്ചു തുടങ്ങി. അങ്ങനെ ജീവിച്ചു തുടങ്ങിയ സമൂഹ ജീവിയായ മനുഷ്യൻ പാർപ്പിടത്തിനും സുരക്ഷയ്ക്കും പരസ്പര സഹായം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ആദ്യമായി നഗരങ്ങൾ രൂപം കൊണ്ടുവന്നത്. ആകമൊത്തത്തിൽ ഒന്ന് കൂട്ടിക്കുറിച്ച് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമോ സാമ്പത്തികമോ സാമൂഹികമോ ആയ കാരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് മിക്ക നഗരങ്ങളും രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ പ്രധാന പാതയിലോ സംഗമ സ്ഥലങ്ങളിലോ നദിക്കരയിലോ ആണ് ആദ്യ കാലഘട്ടങ്ങളിൽ നഗരങ്ങൾ രൂപം കൊണ്ടത്. എന്നാൽ ചില നഗരങ്ങളാകട്ടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. ആരംഭ കാലഘട്ടങ്ങളിൽ തന്നെ മിക്ക നഗരങ്ങളും കോട്ടകളും കിടങ്ങുകളും തുടങ്ങിയവയൊക്കെ കൊണ്ട് സംരക്ഷിച്ചിരുന്നു. അതായത് നഗരാസൂത്രണം എന്നത് ഒരു സംഘടിത പ്രവർത്തന മേഖല എന്ന നിലയിൽ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. എങ്കിലും പ്രാചീന കാലം മുതൽ തന്നെ മിക്കവാറും എല്ലാ അധിവാസ പ്രദേശങ്ങളും അവയുടെ രൂപകൽപ്പനയിലും വികസനത്തിലും ഉയർന്ന ദീർഘവീക്ഷണവും മികവുറ്റ മാതൃകയും കാഴ്ചവെച്ചിരുന്നു.